കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജനകരാമവർമ്മയ്ക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് മറ്റാരെങ്കിലും ആയിക്കൂടുന്നില്ലല്ലോ. ദശരഥ രാമവർമ്മയുടെ അനന്തരവളാണെന്നുള്ളതിന് പ്രൂഫ് എന്താ? ആ പെൺകുട്ടിയുടെ DNA ടെസ്റ്റ് വരെ നടത്തി കൺഫേം ചെയ്തിട്ടാണ് കാര്യം ഇവരെ നമ്മളെ അറിയിച്ചത്. ചന്ദ്രിക, വൈദേഹി തന്നെയാണ് ദശരഥ രാമവർമ്മയുടെ അനന്തരവള്. ഇനിയിപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ സത്യം കാരണം നമ്മുടെ പദ്ധതിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമെന്നാണ്. പ്രശ്നം ഉണ്ടാവുക മാത്രമല്ല, എല്ലാം അതോടെ കൊളാപ്സ് ആയി പോവില്ലേ? ഇനി ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം സത്യം പുറത്തു വന്നാലും എന്റെ മോളെ അവരെല്ലാരും കൂടി തല്ലി പുറത്താക്കും. ഇത്രയും കാലം ഞാൻ കണ്ട സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന വീടില്ലേ മന്ത്രി സാറേ? മാഡം, നമ്മള് അത്രയ്ക്ക് അങ്ങ് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് സത്യം എന്താണെന്ന് ഇന്നാ നമ്മൾ അറിയുന്നത്. അവരിതൊന്നും അറിയാൻ പോണില്ല. സത്യത്തിനൊരു സ്വഭാവമുണ്ട്. നമ്മൾ അതിനെ തപ്പി നടക്കുമ്പോൾ അത് നമ്മുടെ മുന്നിൽ തെളിയില്ല. പക്ഷെ കാലോ നേരോ ഒത്തുവരുമ്പോ തന്നെ താനെ പുറത്തു വരും. ആ സത്യം പുറത്തെറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? ഇത്രയും നാളത്തെ എന്റെ പ്ലാൻ, എന്റെ മകളുടെ കഷ്ടപ്പാട് എല്ലാം അതോടെ വെള്ളത്തിലായി പോവില്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട ചന്ദ്രിക? ആദ്യം മോളെ വിളിച്ച് കാര്യം പറയട്ടെ. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് അവൾക്ക് മാത്രമല്ലേ അറിയൂ. അവസാന തീരുമാനം അവളുടേതാവട്ടെ. എന്നാ പിന്നെ അവളെ പെട്ടെന്ന് വിളിപ്പിക്കുക. ഒൻപത് മാസം ചുമന്ന് പ്രസവിച്ച മകൻ തന്നെ എന്റെ വാക്കുകളെ ധിക്കരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിലും മാളവികയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. എന്താ കളിക്കാണോ? ചെയ്തില്ലെങ്കിൽ സത്യമായിട്ട് ഞാനുണ്ടാവില്ല. വൈദേഹി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അച്ഛനും അമ്മയും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത പോലെ ഉറപ്പായും അവളെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് കാണും. അത് ആ പാവം വേറെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഒരിക്കലും അവൾ മനസ്സോടെ ചെയ്തതാവില്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങണം. അത് വൈദേഹിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ഇതുമൂലം അമ്മ വേണ്ടാത്തൊരു ചിന്തയിലേക്ക് തിരിയാനും പാടില്ല. അങ്ങനെ വേണം ഈ കല്യാണം മുടങ്ങാൻ. അതിനെന്താണ് ചെയ്യേണ്ടത്? കല്യാണത്തിന് സമ്മതം മോളി, പക്ഷെ അതിൽ സത്യം ഉണ്ടായിരിക്കോ? അതോ അമ്മ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ പേരില് സമ്മതിച്ചതുപോലെ അഭിനയിച്ച് അവസാനം കാലുമാറി കളയോ? വൈദേഹി ഇതിന്റെ ഇടയ്ക്കുള്ളത് തന്നെയോ എന്റെ ഏറ്റവും വലിയ സംശയം. സത്യം പറ ചേച്ചി, ചേച്ചി മനസ്സോടെയാണ് ഈ തീരുമാനം എടുത്തത്? എന്നോട് പറ ചേച്ചി, മച്ചാൻ മാളവിക ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റൂടാ. പിന്നെ എന്തിനായിരുന്നു ചേച്ചി താല്പര്യമില്ലാത്ത എന്റെ മച്ചാനെ കൊണ്ട് ഈ കാര്യം സമ്മതിപ്പിച്ചത്? ശരിക്കും മച്ചാൻ കല്യാണം കഴിച്ചാൽ ദേവേട്ടന് അതിന് നിൽക്കില്ല. എനിക്ക് ആ വിശ്വാസമുണ്ട്. ദേവേട്ടന് എനിക്കറിയാം ഈ കല്യാണം മുടങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഇവിടെ ചിന്തിക്കുന്ന പോലെ തന്നെ അവിടെ ദേവേട്ടനും ചിന്തിക്കുന്നുണ്ടാവും. എടി വൈദേഹി, സമ്മതിപ്പിക്കുന്നത് പോലെ അഭിനയിച്ച് പുറകെ കൂടെ അത് മുടക്കാനും നീ നോക്കുന്നുണ്ടല്ലേ? എന്ത് വന്നാലും ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ചേച്ചി, ചേച്ചി വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റും. എനിക്ക് ആ വിശ്വാസമുണ്ട്. ചേച്ചിയാണ് ഇതിന്റെ പുറകിൽ എന്നറിയാതെ കല്യാണം മുടങ്ങണം. എന്നാ ഈ കല്യാണം നടക്കാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാനും ചെയ്യും. ഇനി ഒരിക്കലും വൈദേഹി എനിക്കെതിരെ കളിക്കാത്ത രീതിയിൽ, എന്റെ പേര് പറഞ്ഞാൽ പോലും പേടിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കൊട്ടാരം വീടിന്റെ അനന്തരാവകാശിയായി ആസ്തിയും അധികാരവും കൈവശപ്പെടുത്തി ഊർമിളയെ എന്റെ മഹാറാണിയാക്കി ഈ രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടന്നില്ല. എനിക്ക് പകരം ആ ദേവന് പട്ടാഭിഷേകം നടത്തി. എന്നാ പിന്നെ ആ ദേവനെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് വെച്ചാ എന്റെ ഒരു പ്ലാൻ പോലും വർക്കൗട്ട് ആയില്ല. അപ്പോഴേ ഈ പുതിയ അവതാരം മാളവിക.
ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന എന്റെ ജീവിതത്തിലേക്ക് ഒരു മിന്നാമിനിങ്ങനെ പോലെ എത്തിയത്. ഈ വീട്ടിൽ അനന്തരാവകാശി എന്ന നിലയ്ക്ക് ആസ്തിയിൽ പകുതി അവൾക്ക് അവകാശപ്പെട്ടതാകുമ്പോ മാളവികയെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ കൊട്ടാരത്തിന്റെ രാജാവാകുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഇപ്പൊ ആ മാളവികയും ആ ദേവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. നോ, അതിന് ഞാൻ സമ്മതിക്കണമല്ലോ. ഈ കല്യാണം നടന്നുകൂടാ. ഈ കല്യാണം മുടക്കാനുള്ള ആയുധം എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. വൈദേഹി മാത്രമാണ് കൊട്ടാരം വീട്ടിൽ ദേവന്റെ ഏക ഭാര്യ. ഗുരുക്കൾ എഴുതി തന്ന യഥാർത്ഥ പരിഹാരം ഇതാണ്. കടലാസ് മാറ്റിയത് ഞാനാണ്. ഗുരുക്കളുടെ തീരുമാനമെന്ന് കരുതിയല്ലേ ഇവരിങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറെടുക്കുന്നത്. ഇത് കണ്ടതിന് ശേഷവും ഈ കല്യാണം നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എടാ വരണേ, നീ ശരിക്കും ബുദ്ധിയില്ലാത്തവനടാ. ഊർമിള പറഞ്ഞൊക്കെ 100% ശരിയാ. നിനക്ക് ഈ ആവേശം മാത്രമേ ഉള്ളൂ, ആലോചന തീരെയില്ല. ഇപ്പൊ നീ ഈ കല്യാണം മുടക്കിയ നിനക്കെന്താണ് ലാഭം? കല്യാണം മാത്രമേ മുടങ്ങുന്നുള്ളൂ, പക്ഷേ സ്വത്ത് മാളവികയ്ക്ക് കിട്ടുന്നില്ലല്ലോ. ആദ്യം സ്വത്ത് അവളുടെ പേരിലേക്ക് മാറ്റട്ടെ. അതിനുശേഷം രാജഗുരുക്കൾ എഴുതിയ ഈ കടലാസിനെ ആധാരമാക്കിക്കൊണ്ട് മാളവികയെ എന്റെ വരുതിക്ക് നിർത്തണം. ഇതെന്റെ കയ്യിലുള്ളിടത്തോളം കാലം മാളവിക എന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കും. അപ്പോ ഊർമിളെ ഊർമിള, ഓർക്കുമ്പോഴെല്ലാം സായുജ്യം നൽകുന്ന നിന്റെ ഭംഗി മാറ്റിവെക്കാനും എനിക്കാവുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്കും കാലണയ്ക്ക് വകയില്ല, എന്റെ കയ്യിലും നാലണയില്ല. കാശിന് കൊള്ളാത്തവരൊന്നിച്ചാ അപ്രിയമായതേ നടക്കൂ. അതുകൊണ്ടാണ് ഞാൻ മാളവികയെ ടാർഗറ്റ് ചെയ്തത്. അവൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല. കണ്ട് കണ്ട് അവളും ഇപ്പൊ എന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. മാളവികയും ഈ ആസ്തിയും എന്റെ കയ്യിലായി കഴിഞ്ഞ ബാക്കിയുള്ള ജീവിതം സുഖഭോഗമായിട്ട് അങ്ങ് കഴിയ. തൽക്കാലത്തേക്ക് നിന്റെ ടാർഗറ്റ് ഇതായിരിക്കട്ടെ വരണേ. ഈ പ്ലാനിൽ യാതൊരു മാറ്റവും ഇല്ല. എന്റെ മാളവികയെ ആളോ. അമ്മേ, ബേബി, എന്താ താമസിച്ചേ? നീ വരാൻ കാത്തിരിക്കയായിരുന്നു മോളെ. എന്താ അമ്മേ കാര്യം? ഫോണിൽ അമ്മയുടെ ടെൻഷൻ മനസ്സിലായതാ. ഇപ്പോഴും അമ്മ വല്ലാത്ത വെപ്രാളത്തിലാണല്ലോ. ബേബി, ദശരഥ രാമവർമ്മയുടെ അനന്തരവൾ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ആരാ അമ്മേ? അവളിപ്പോ എവിടെയുണ്ട്? വൈദേഹിയാണത്. വൈദേഹിയോ? അമ്മ എന്തായി പറയുന്നേ? സത്യമാണ് ബേബി. എനിക്കും ഇത് വിശ്വസിക്കാൻ താല്പര്യമില്ല. പക്ഷേ സത്യം അതാണ്. അവള് തന്നെയാണ് ശാന്തിയുടെ മകൾ. നോ മോം, ഒരു കാരണവശാലും ഈ സത്യം ആരും അറിയരുത്.
ഇപ്പൊ തന്നെ അവിടെ ഈ കല്യാണം മുടക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതെന്താ മോളെ അങ്ങനെ? വൈദേഹി തന്നെയല്ലേ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത്? മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവക്ക് വേറെ പ്ലാൻ ഉണ്ടമ്മേ. ഈ കല്യാണം മുടക്കുന്നതിനെ കുറിച്ച് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ശാന്തിയമ്മയുടെ മോള് അവളാണെന്ന് ഒരു കാരണവശാലും ആരും അറിയരുത്. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അറിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതാ. അറിഞ്ഞ അതോടെ എല്ലാം പൊളിയും. പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുക. നമുക്ക് ആ വൈദേഹിയെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാം. വൈദേഹിയെ കുറിച്ചുള്ള സത്യങ്ങൾ മറ്റൊരാൾ അറിയേയില്ല. ദേവനെ എനിക്ക് മാത്രമായി കിട്ടുകയും ചെയ്യും. മാളവികയെ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ലേ ചിന്തിക്കേണ്ടത്. ആളെ തന്നെ ഇല്ലാണ്ടാക്കാന്നൊക്കെ പറഞ്ഞാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നോണ്ടിരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു റിസ്കിന് ഞാൻ തയ്യാറല്ല. അങ്കിളിനോട് അതിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞില്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ മാറി നിന്നാ മതി. ചെയ്യേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ആ വൈദേഹിയെ പരലോകത്തേക്ക് അയക്കാൻ ഞാൻ എപ്പോഴേ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. വൈദേഹി, വൈദേഹി, തനിച്ച് അവിടെ ഇരുന്ന് എന്താലോചിക്കോ വൈദേഹി? വന്നിവിടെ ഇരിക്കെ. നമുക്ക് കല്യാണത്തിന്റെ സാരിയൊക്കെ സെലക്ട് ചെയ്യണ്ടേ? 4 പേര് വരുന്നിടത്ത് ഭംഗിക്ക് ഒരുങ്ങി നിൽക്കണ്ടേ? മാളവികെ, നീ വിളിക്കവളെ. എന്തായാലും അവള് കാരണമല്ലേ ഈ കല്യാണം തന്നെ നടക്കുന്ന. അവളും കൂടി സന്തോഷിക്കട്ടെ. വാ വൈദേഹി, വാ. വാ വൈദേഹി, വാ. എന്താ അമ്മേ? വാ, ഇവിടെ ഇരിക്കേ. നീ സെലക്ട് ചെയ്യൂ വൈദേഹി. ഭർത്താവിന്റെ കല്യാണം നടത്തി കൊടുക്കാൻ പോവല്ലേ? നിന്റെ സെലക്ഷൻ ആണല്ലോ ദേവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാളവികയെ സെലക്ട് ചെയ്തതുപോലെ അവളുടെ സാരിയും കൂടി സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്. നല്ലൊരു സാരി, അടിപൊളിയായിരിക്കണം കേട്ടോ. ആ സാരി ഉടുത്ത് മാളവികയെ കണ്ടതും ദേവൻ ഇഷ്ടപ്പെടണം. എന്താ നോക്കിയിരിക്കുന്നേ? നല്ലൊരു സാരി സെലക്ട് ചെയ്തതാ. നിന്റെ സെലക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടാ.
ചേച്ചി കരയാതെന്നാരോമൽ തുമ്പി ദശരഥ രാമവർമ്മേ,